ഇതത്ര സുപരിചിതമല്ല കൺവെൻഷൻ. പഴയ തലമുറകളിൽ കൺവെൻഷനും യോഗങ്ങളുമൊക്കെ വളരെ അനുഗ്രഹമായി നടന്ന കാലങ്ങളുണ്ട്. ഇന്നത്തെ തലമുറകൾക്ക് അത് ആധുനിക യുഗത്തിലൊരു അതിനെന്തോ ഒരു കുറവുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്തകളുള്ള കാലത്താണ് ജീവിക്കുന്നത്. ഈ 19-ാം സങ്കീർത്തനം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, ഈ കൺവെൻഷനിൽ ദാവീദ് രാജാവിൻ്റെ ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയാണ്, പ്രകൃതിയുടെ മഹത്വത്തെപ്പറ്റിയാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് രാജാവ് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അനുഗ്രഹീതമായ ആ ദൈവീയ മഹത്വം, ആ ദൈവത്തിൻ്റെ മഹത്വം ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അവൻ്റെ അളവ് നൂലും, ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ്റെ തുല്യം. വീരനെപ്പോലെ അതിൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്നതിന് ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാവുന്നു. അതിൻ്റെ വിഷ്ണുവേൽക്കാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ദൈവം നൽകിയിരിക്കുന്ന ഈ പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ, ഈ പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴാണ്, എന്താണ്, എവിടെയാണ്, ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ ഈ പ്രകൃതി ഒരു അട്രാക്റ്റീവ് ലോകമാണ്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു, അമേരിക്കയിൽ 10-20% ആളുകൾ ജോലി ചെയ്താൽ മതി, 80% ആളുകളും വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾക്ക് മരുന്നും പണവും നിങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞങ്ങൾ തന്നുകൊള്ളാം. ആ മാൻ പവർ കുറച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട്. ഇനിയും അനധിവിദൂര ഭാവിയിൽ ഈ കൺവെൻഷനൊക്കെ അങ്ങനെ വരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വായു കൊണ്ടു നടക്കേണ്ടി വരും. ആളുകൾ കുറയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതിയുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും മറ്റ് ഓരോ വളർച്ചകളുമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വളരെ ഒരു 25 വർഷം കൊണ്ടൊരു ഫാസ്റ്റ് ഡെവലപ്മെൻ്റാണ് ലോകത്തിനുണ്ടായിരിക്കുന്നത്. അതിലേറ്റവും ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ പ്രത്യേകതയാണ് അതിഥികളാണ് നമ്മളുടെ തൊഴിലാളികൾ. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ പഴയ വേദപുസ്തകം നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് പ്രകൃതി എത്രമാത്രം ഉന്നതമാണെങ്കിലും പ്രകൃതിയുടേതായ ഏതെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ടായാലും ഏതെല്ലാം സംവിധാനങ്ങൾ ലോകത്തിൽ വന്നാലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് വചനമെന്നുള്ളത്. ഈ ലോകവും ഈ പ്രപഞ്ചവും അതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെയാണ് നമ്മളെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾക്ക് ഈ പ്രകൃതി കാണുമ്പോൾ നമ്മളുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മളുടെ പാറയായ ക്രിസ്തുവിനെ മറക്കരുത്. നമ്മുടെ വാക്കും നമ്മുടെ ധ്യാനവുമെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. അതിനാണ് ഈ കൺവെൻഷൻ നടത്തുന്നത്.
നമ്മൾക്കെന്തും പറയാം, ഏതും ചെയ്യാം. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളൊരു സഭയാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, CSI. ഇന്ന് എല്ലാ സഭകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിന് മധ്യത്തിൽ ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം, ഒരു ദൈവ ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, ഒരു CSIക്കാരൻ എങ്ങനെയായിരിക്കണം, ഒരു LMSകാരൻ എങ്ങനെയായിരിക്കണം. വേദപുസ്തകമാണ് നമ്മുടെ ആധാരം. ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം മാറി. പണ്ടൊന്നിനെയും പഴയ ആളുകൾക്ക് പേടിയില്ലായിരുന്നു. അവർക്ക് പേടി ദൈവത്തെ ആയിരുന്നു. അവർക്ക് ദൈവത്തെ പേടിയായിരുന്നത് കൊണ്ട് ലോകത്തിലൊന്നിനെയും അവർക്ക് പേടിയില്ലായിരുന്നു. അവരേത് ആപൽക്കരമായ സ്റ്റെപ്സിലും നിൽക്കുമായിരുന്നു. കാരണം അവർക്ക് മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. മാത്രമല്ല, അവർക്കുറപ്പുണ്ട്, കർത്താവാണ് എൻ്റെ പാറ, കർത്താവാണ് എൻ്റെ രക്ഷകൻ. ആ ഉറപ്പിലാണ് ജനം നിന്നിരുന്നത്. ആ ഉറപ്പ് മാറിപ്പോയി. ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ആധുനികതയും ആധുനിക ലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഇതെല്ലാം നമ്മളിലേക്ക് വരുമ്പോൾ പൂർണ്ണമായി മാറിപ്പോകുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു 2 മാസം മുമ്പ് ഒരു സിറ്റിയിൽ ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞുകൊണ്ട് ആ കാറിലൊന്നും ഡ്രൈവർമാരില്ല. ഒരു കാറിനും ഡ്രൈവർമാരില്ല. അപ്പോൾ ഡ്രൈവറില്ലാതെ ഓടുന്ന കാറുകൾ പരീക്ഷിക്കുന്ന ലോകത്തിലെ 2 സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ച എൻ്റെ പിതാവ് ഒരു ഉപദേശിയായിരുന്നു CSIയിലെ. അപ്പം ഞാൻ ജനിച്ച വീട്ടിൽ കറണ്ടില്ലായിരുന്നു, മണ്ണെണ്ണ വിളക്കായിരുന്നു. ആ മിഷൻ വീട്ടിൽ നിന്ന് അടുത്ത മിഷൻ വീട്ടിലോട്ട് പോയത് ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറിയിലാണ്. ആ ലോറിയിൽ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരനും സഹോദരിയും ഞങ്ങൾ 5 പേര് ആ ലോറിയിലാണ് പോകുന്നത്. അടുത്ത മിഷൻ വീട്ടിലും കറണ്ടില്ലായിരുന്നു, അടുത്ത മിഷൻ വീട്ടിലും കറണ്ടില്ലായിരുന്നു, അടുത്ത മിഷൻ വീട്ടിലും കറണ്ടില്ലായിരുന്നു. എന്നാൽ ആ പ്രദേശത്ത് കറണ്ട് മുഴുവനായിട്ട് വരാൻ എൻ്റെ പിതാവിൻ്റെ പരിശ്രമത്താൽ അത് സാധിച്ചു. അപ്പോൾ കറണ്ട് ഇല്ലാതെ ക്യാമറ കണ്ട് ടെക്നോളജി വർദ്ധിച്ച ഒരു കാലത്ത് ഇത് കാണുമ്പോൾ ഞാൻ ജനിച്ചതും വളർന്നതുമായിട്ടുള്ള സാഹചര്യമൊക്കെ അങ്ങ് മറക്കും ഞാൻ. കാരണം ഈ പ്രകൃതി അങ്ങ് സ്നേഹിക്കും, ഈ പ്രപഞ്ചത്തെ അങ്ങ് സ്നേഹിക്കും. അത് സ്നേഹിക്കുമ്പോൾ നമ്മളിൽ നഷ്ടപ്പെടുന്ന ഒന്നുണ്ട്. എൻ്റെ പാറയായ എൻ്റെ കർത്താവ്, എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ എൻ്റെ യഹോവ, എൻ്റെ പാറയായ കർത്താവ്, എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ. കണ്ണമൂല സെമിനാരിയിൽ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. അച്ഛനറിയാം. ഞാൻ BTH കഴിഞ്ഞ് അച്ഛൻ വൈദികനായതിനു ശേഷം BDക്ക് വന്നപ്പോഴാണ് അച്ഛനൊക്കെ ഉള്ളത്. അന്ന് മുതൽ ഈ SKDയുടെ എല്ലാ കോണുകളും അറിയാം. അതുകൊണ്ടാണ് ഇന്നും ഇതിനെ സ്നേഹിച്ച് ഇതിനോടൊപ്പം യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. കാരണം ഇവിടെ ഒരു
ഇവിടുത്തെ രുചി അറിയാവുന്ന ഒരു മേൽപ്പട്ടക്കാരൻ ഒരാവശ്യത്തിന് വിളിക്കുമ്പോൾ കഴിവുണ്ടെങ്കിൽ ഞാൻ ഓടിയെത്തും, പണ്ടുമെത്തുമായിരുന്നു മറ്റേത് സ്ഥലങ്ങളേക്കാൾ. കാരണം അതില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ ഔദാര്യമൊന്നുമല്ല, അതെൻ്റെ കടമയാണ്. അതെൻ്റെ കടമയാണ്, അത് ദൈവത്തോടുള്ള കടമയാണ്, അത് ദൈവത്തോടുള്ള എൻ്റെ സമർപ്പണമാണ്. ഇല്ലെങ്കിൽ അതെൻ്റെ പാപമാണ്. അതുകൊണ്ട് പ്രകൃതിയൊക്കെ കാണും കുഞ്ഞുങ്ങളെ. 35 വയസ്സും അതിന് താഴെയുള്ളവരില്ലെന്ന് എഴുന്നേറ്റിരുന്നേ. 35 വയസ്സും ഒത്തിരി പേരെ കാണുന്നു. പിള്ളേർക്ക് എഴുന്നേക്കാനൊക്കെ മടിയാ. ഒന്ന് എഴുന്നേറ്റ്. 35 വയസ്സും എല്ലാം 35 എല്ലാം പ്രായമുള്ളവരാണോ? കൊയറുകാരുണ്ട്. ഒന്നും കേട്ടില്ല, പിള്ളേരൊന്നും കേട്ടില്ല. മക്കളെ, ഈ കൊയറുകാരെ ഇങ്ങോട്ട് തിരിച്ചിരുത്തണ്ട സാറേ. നിങ്ങളാണ് നാളത്തെ കോട്ടുകോണം ഡിസ്ട്രിക്റ്റ്, നിങ്ങളാണ് നാളത്തെ CSI, നിങ്ങളാണ് ഞങ്ങളുടെ അഭിമാനം. ലോകത്തിൻ്റെ പല സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ കാണും. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ പെരുകുന്ന മദ്യപാനം, പെരുകുന്നതായിട്ടുള്ള ഡ്രഗ്സ്, പെരുകുന്ന ഡിവോഴ്സ്, ഇതൊന്നും നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കരുത്. അത് സംഭവിക്കുന്നത് നമ്മളിന്ന് വേദപുസ്തകം മാറുമ്പോഴാണ്. നിങ്ങൾ ഇത്രയും പേര് ഈ കൺവെൻഷൻ വന്നതിൽ ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വിശുദ്ധ ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഞങ്ങളെ യുവതി യുവാക്കളെ തിരുക്കരങ്ങൾ തരുന്നു. അതിൽ വിവാഹിതരുണ്ട്, അവിവാഹിതരുണ്ട്. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ നിന്റെ കരത്തിൽ വളർത്തി കൊടുക്കണമേ. തെറ്റായ ഒന്നിലും എതിരെ വിടരുതേ. ഒരു അന്ധകാരക്കെട്ട്, ഒരു പൈശാചികക്കെട്ട് ഇവരെ തുടരുതേ. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണമേ. ഇവരുടെ മാതാപിതാക്കളെ അനുസരിക്കണമേ. പള്ളിയിലെ അച്ഛനെ അനുസരിക്കണമേ. കമ്മിറ്റി അംഗങ്ങളെ അനുസരിക്കണമേ. സാധുക്കളോട് കരുണ കാണിക്കണമേ. ഡിവോഴ്സോ മദ്യപാനമോ ഇതൊന്നും സംഭവിക്കരുതേ. പ്രായമുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനുള്ള മനസ്സ് കൊടുക്കണമേ. പ്രായമുള്ളവരെ ഒന്ന് ക്ലീൻ ചെയ്യാൻ, അവരുടെ നഖം വെട്ടിക്കൊടുക്കാൻ, അവരെ ഒന്ന് കരുതുവാൻ, അവരോടൊപ്പം ഇരുന്നൊന്ന് ചിരിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ. ആമേൻ. താങ്ക് യു. ഇരുന്നാട്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രകൃതിയുടെ ഏത് വളർച്ചയിലും ഏതെല്ലാം വളർച്ച സംഭവിച്ചാലും കർത്താവിൻ്റെ പാറയാണെന്നും കർത്താവിൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നും കർത്താവിൻ്റെ രക്ഷകനുമാണെന്നും മറക്കരുത്. ഇത് നമ്മൾക്ക് ലഭിക്കുന്നത്, നമ്മളുടെ സ്വാധീനം ലഭിക്കുന്നത് ഇതുപോലെയുള്ള യോഗങ്ങളിലും കൂട്ടങ്ങളിലൂടെയാണ്. നമ്മളെ മാറ്റുവാൻ പിശാച് എങ്ങനെ നമ്മളെ തകർക്കുവാൻ ഏതെല്ലാം അട്രാക്റ്റീവ് ഫോഴ്സസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും, ഏതിലാണ് നമ്മളെ മാറ്റേണ്ടത്, ഏതിലാണ് നമ്മളെ മാറ്റിമറിക്കേണ്ടത്, അതിന് മുൻപിൽ പതറാതെ നിൽക്കണം. അതിന് മുൻപിൽ
പതറാതെ നിൽക്കണമെങ്കിൽ ദൈവഭയമുള്ളവരായിരിക്കണം. ഞാൻ എൻ്റെ പുറകിലിരിക്കുന്ന വെള്ളച്ചെറുകാരോട് പറയുകയാണ്, മുമ്പിലുമുണ്ട്, ദൈവത്തെ പേടിയുള്ളവരായിരിക്കണം നിങ്ങൾ. അതോറിറ്റീസിനെ ബഹുമാനിക്കുന്നവരായിരിക്കണം. ജനത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ജനമെതിര് കാണും, ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്തവർ കാണും, നിങ്ങളെ വിമർശിക്കുന്നവർ കാണും. എന്നാൽ അവർക്ക് നിങ്ങൾ ഒരാശ്വാസമായിരിക്കണം. നിങ്ങളുടെ പാദം അവരുടെ ഭവനത്തിൽ ചവിട്ടുമ്പോൾ അവർക്കൊരനുഗ്രഹമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷകർ, ഞാനുൾപ്പെടെ ഒരു കാലത്ത് അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഏറ്റവരാണ് നമ്മൾ. ആ ശുശ്രൂഷയിലാണ് നമ്മളുടെ സഭകൾ വളർന്നത്. നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അഭിമാനത്തോടെ നമ്മൾ ഓർക്കുമ്പോൾ പ്രകൃതിയിലെ ആധുനിക സൗകര്യങ്ങളൊന്നും നമ്മളെ മാറ്റിമറിക്കരുത്. ആധുനിക സൗകര്യമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിക്കരുത്. അതിൻ്റെ അർത്ഥം ഫ്രിഡ്ജ് വേണ്ടെന്നല്ല, ആ ഭക്ഷണം വല്ലവരുടെയുമാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇന്ന് ഞാൻ കൺഫർമേഷൻ കൊടുത്ത കുഞ്ഞുങ്ങളോട് ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. നമ്മളുടെ പാരമ്പര്യം കണ്ട് പഠിച്ചവരാണ് ഇന്നത്തെ ഈ കേരളം. സാക്ഷര സുന്ദര കേരളം, അക്ഷരം പഠിച്ച് അറിവ് നേടിയ അജ്ഞതയകറ്റിയ സാക്ഷര സുന്ദര കേരളത്തിൽ വൈദ്യം കൊണ്ടെന്ന് ഇവിടുത്തെ LMS മിഷണറിമാരാണ്. നെയ്യാർ നെയ്യൂര് മിഷൻ ആശുപത്രിയാണ് ലോകത്തിലെ ആദ്യത്തെ മിഷൻ ആശുപത്രി. 400 ബെഡുള്ള ആശുപത്രി. അത് കോട്ടയം മന്ദിരം ആശുപത്രി വരെ വന്നു. ആദരണീയനായ മിഷണറി സാഹിബ് കൊല്ലത്ത് വന്നു. കുണ്ടറ ആശുപത്രിയിലെ വെള്ളം കുടിച്ചാൽ സൗഖ്യമാണെന്ന് അവിടെ ചുറ്റുപാടുമുള്ള ക്രൈസ്തവർ പറയും. ദൈവത്തിന് സ്തോത്രം. അക്ഷരം പഠിപ്പിച്ചത് ഇവിടുത്തെ CMS മിഷണറിമാരാണ്. CMS കോളേജ്. തൊഴിൽ പഠിപ്പിച്ചത് ഇവിടുത്തെ ബാസൽ മിഷൻ മിഷണറിമാരാണ്. ബെഞ്ചമിൻ ബെയ്ലിയുടെ അക്ഷരങ്ങൾക്കാണ് ബാസൽ മിഷൻ മിഷണറിയായ ഹെർമൻ ഗുണ്ടർട്ട് വ്യാകരണം ഉണ്ടാക്കിയത്. ഇത് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഓരോരുത്തരത്തൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം വരും. അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ പുള്ളികളല്ല എന്നൊന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണ് നമ്മൾ വന്നത്. നമ്മൾ അഹങ്കരിക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അഹങ്കരിയൊന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ മിഷണറിമാർ ചെയ്തതാണ് ഇന്ന് ഞാൻ ചെയ്യേണ്ടത്. കൊല്ലത്തൊരു മിഷണറി 208 വർഷം മുമ്പ് വന്നു. ഒരു ജോൺ സ്മിത്ത്. 8 വർഷം അദ്ദേഹം പ്രവർത്തിച്ചിട്ട് ആരെയും കിട്ടിയില്ല. പക്ഷെങ്കിൽ 193 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡയസിസായി, അവിടെ ഒരു ബിഷപ്പായി. ഞാൻ എന്തെന്നും അദ്ദേഹത്തെ ഓർക്കും. റിങ്കിൾ ടോബിയോ എവിടെ മരിച്ചെന്ന് പോലും അറിയത്തില്ല. ഒരു തിരുനെൽവേലിയും ഒരു കന്യാകുമാരിയും, ഇവിടെ ഒരു ലെഗ് സായിപ്പും ഒരു വില്യം വാചാലൻ തിരുമേനിയും ഒരു യേശുദാസൻ തിരുമേനിയും
ഒരു ശാമൂലമൃതം തിരുമേനിയുടെ കൊച്ചമ്മ ഞാൻ പോയി ഇന്ന് കണ്ടിരുന്നു. എൻ്റെ അധ്യാപകനും പ്രിൻസിപ്പളുമായിരുന്ന ഡോക്ടർ ഗ്ലാസ്റ്റൺ തിരുമേനിയും കൊല്ലംകൊട്ടാരക്കര മഹായിടവയ്ക്ക് മിഷൻ സ്പിരിറ്റോടെ രൂപം കൊടുത്ത ധർമ്മരാജരസാലം തിരുമേനിയും അതിലൂടെ ബൈഫർക്കേറ്റ് ചെയ്ത ഡയസിൻ്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ബലഹീനാകുന്ന ഞാനും അറുങ്കൽ ടോബിയാവ് ചെയ്തത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബെഞ്ചമിൻ ബെയ്ലി എന്തോ ചെയ്തോ അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ തീസിസും അത് തന്നെയാണ് എഴുതിയിരുന്നത്. അതുപോലെ ഒന്നും ചെയ്യാനൊന്നും ഒക്കുന്നില്ല. പിന്നെ നോക്കുക, ശ്രമിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ പാട്ടുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും പുതിയ പാട്ടുകളാണെന്ന് തോന്നുന്നു. ഏറെക്കുറെ പാട്ടുകളെല്ലാം നിങ്ങൾ തന്നെ എഴുതിയാണെന്ന് തോന്നുന്നു. പഴയ പാട്ടും മറക്കല്ലേ. നമ്മൾക്ക് ഇന്ന് ആധുനിക സൗകര്യങ്ങൾ വരുമ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മറന്നുപോകും. സ്തോത്രം. രണ്ടാമതായി 7 മുതലുള്ള വാക്യങ്ങളിൽ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തടുപ്പിക്കുന്ന യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാവുന്നത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത് എന്നേക്ക് നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, ഒട്ടൊഴിയാ നീതിയുള്ളവ, പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക, തേനിലും തേങ്ങട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ദൈവവും ദൈവത്തിൻ്റെ വചനവും, ദൈവവും ദൈവത്തിൻ്റെ വചനവും. വചനം എഴുതണം. ഇന്ന് പശുക്കോട്ടം ഓണം സഭയിൽ ഒരു സഹോദരി വേദപുസ്തകം മുഴുവൻ എഴുതി. അത് ഞാൻ പ്രാർത്ഥിച്ച് സുശീലച്ചന് ഹാൻഡ് ഓവർ ചെയ്തത് പള്ളിയിൽ സൂക്ഷിക്കാനാണ്. നമ്മുടെ MM കത്തീഡ്രൽ ചർച്ചിലെ ഒരു സഹോദരൻ ഹെൻറി, അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, ഞാൻ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു ചുമതല ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ ആ വേദപുസ്തകം ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് അദ്ദേഹത്തെ വിളിച്ചാദരിക്കുകയും ചെയ്തു. എന്നും വേദപുസ്തകം വായിച്ചിട്ട് കുറേ വാക്യങ്ങൾ എഴുതണം. മുഴുവൻ എഴുതാമെങ്കിൽ എഴുതണം. കൊല്ലംകൊട്ടാരക്കര ഡയസിൽ ഒരാളെ വേദപുസ്തകം മുഴുവൻ എഴുതി. ഇതൊരു കഥപുസ്തകമല്ല, ഇതൊരു ചരിത്ര പുസ്തകവുമല്ല, ഇത് ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി, മഞ്ഞിൽ പ്രജാപതി രക്തം ചിന്തി, യാഗമായി എനിക്കായി നീ ക്രൂശിതനായി, യാഗമായി എനിക്കായി നീ ക്രൂശിതനായി. ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി, ഘോരമേറും വേദനയിൽ യേശുവേ നീ പിടഞ്ഞുവല്ലോ. കുരിശിൽ കിടന്നു പിടഞ്ഞപ്പോഴും എനിക്കു വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. എന്നെയും നിൻ മകനാക്കി തീർക്കുവാൻ ഉന്നതി വേടിഞ്ഞു നീ വന്നുവല്ലോ. എന്നെയും നിൻ മകളാക്കി തീർക്കുവാൻ ഉന്നതി വേടിഞ്ഞു നീ വന്നുവല്ലോ. മഞ്ഞിൽ പ്രജാപതി രക്തം ചിന്തി, യാഗമായി എനിക്കായി നീ ക്രൂശിതനായി, യാഗമായി എനിക്കായി നീ ക്രൂശിതനായി. ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി,
വചനം മാംസമായ യേശുവിൻ്റെ വചനമാണിത്. യേശുവാണിത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ, ഹൃദയത്തിൽ കയറുമ്പോൾ യേശുവിൻ്റെ ശക്തി കൊണ്ട് ഞാനും നിങ്ങളും നിറയുന്നു. വിശുദ്ധ പൗലോസ് പറയുന്നു, ഡെയിലി ഐ വിൽ ഡൈ. ഞാൻ എന്നും മരിക്കാൻ തയ്യാറാണ്. എന്നും മരിക്കാൻ തയ്യാറാണോ? ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടപ്പെടുമോ? ഞാൻ വെളുപ്പിനെ 1 മണിക്ക് എഴുന്നേറ്റ് പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഓഫീസ് റൂം പൂട്ടിയേച്ചാണ് പോകുന്നത്. കാരണം എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല. ഇന്ന് ഞാൻ പാതിരാത്രിക്ക് ചെല്ലുകയുള്ളൂ. ഭാര്യയ്ക്ക് കുഴപ്പമില്ല. എൻ്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്. പക്ഷേ ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്, ബിഷപ്പൊന്നുമല്ല. ഞാൻ അവിടെ പോയി ഇവിടെ പോയി മറ്റിടത്ത് പോയി എന്നൊന്നും പറഞ്ഞാൽ ഒന്നും വിഷയമല്ല അല്ലേ? നമുക്ക് ക്ഷമിക്കാനുള്ള തയ്യാറുണ്ടോ? ഒരുത്തൻ നമ്മളെ വിളിച്ചാൽ ഉണ്ടോ? കോയർ മാസ്റ്ററെ, കോയറിൽ ഒരാൾ അനുസരിച്ചില്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടുമോ? ആരാ മാസ്റ്റർ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടമില്ലാത്ത കമ്മിറ്റിക്കാരനെ ഇഷ്ടമുണ്ടോ അച്ഛാ? ഒരു 2 എണ്ണം കാണുകയല്ലേ മൂച്ചട്ട് പിടിച്ചത് കമ്മിറ്റി? നിങ്ങളുടെ അല്ലേ? ഇഷ്ടമുണ്ട്. ലൂയിസ് അച്ഛൻ പണ്ടേ സത്യം പറയുന്ന ആളാണ്. നമ്മൾ മരിക്കാൻ തയ്യാറല്ല. നമുക്കിതെല്ലാം വേണം. എല്ലാ പൊസിഷനും ഇതെല്ലാം വേണം. ഇതെല്ലാം കിട്ടി വെക്കാൻ സ്ഥലമില്ല. ഇത് കളയാനും പേടിയാണ്. നിങ്ങൾ ആദരിച്ചല്ലേ? അച്ഛന് കൊടുത്ത ഒരു കപ്പായിരുന്നു. ആ കപ്പായിരുന്നെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. വല്ല കാപ്പിയെങ്കിലും കുടിക്കാൻ. ഇനിയും കപ്പ് അഡീഷണൽ തരാനല്ല ഇത് പറഞ്ഞ കേട്ടോ. ഞാൻ പറഞ്ഞ ഇതെല്ലാമാണ് നമ്മളുടെ സഭയ്ക്ക്. പണ്ടത്തെ ഉപദേശിമാർക്കുമല്ലോ ഇത് വല്ലതും കിട്ടിയോ? ആർക്കെന്നെ കിട്ടി? പരഗതിക്ക് നിർഗതിയില്ലാത്ത പണ്ടൊരു ഉപദേശി എല്ലായിടത്തും കയറി പ്രാർത്ഥിച്ചു, ഒന്നും കിട്ടിയില്ല. വീട്ടിൽ ചെന്ന ഭാര്യ പറഞ്ഞു അരിയില്ലെന്ന്. ഉപദേശി പറഞ്ഞു, അടി ഇന്നത്തെ പ്രാർത്ഥന മുഴുവൻ കടമായിരുന്നെന്ന് പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒത്തിരി ഉപദേശിമാർ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ ആരെങ്കിലും ഉപദേശിമാരെ കിട്ടാണോ നമ്മുടെ വീട്ടിൽ? അഥവാ ഒരു ഉപദേശി വന്നാൽ വീട്ടിൽ കയറ്റുമോ? പട്ടി കൊണ്ട് സൂക്ഷിക്കുക, ഗേറ്റ് വിട്ട് പൂട്ടിയിട്ട് അല്ലേ? ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ. നമ്മളങ്ങ് മാറിപ്പോയില്ലേ? നമ്മുടെ വചനത്തിൽ നിന്ന് മാറിപ്പോയി. ക്ഷമിക്കണം. ഇന്ന് വേദവസ്വം വായിച്ചവർ ചോദിച്ചോട്ടെ വേണ്ട. ഇന്ന് വേദവസ്വം വായിച്ചോ? ഒരു വാക്യമെങ്കിലും കാണാതെ പഠിക്കാമോ? നിങ്ങളുടെ പിള്ളേർ ഈ വിദേശ രാജ്യത്ത് ഒരു വേദവസ്വം വാങ്ങിച്ചു കൊടുത്തു വിടാമോ? എടി മക്കളെ ഇത് വായിച്ച് പഠിക്കണമെന്ന് പറഞ്ഞ ഈ വേദപുസ്തകത്തിൻ്റെ മാഹാത്മ്യം പണ്ടത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒന്നും വലിയ എഴുത്തും വായനയൊന്നും അറിയത്തില്ല. വേദപുസ്തകം മുഴുവൻ കാണാൻ അറിയാം അവർക്ക്. അതായിരുന്നു അവരുടെ വീര്യം, അതായിരുന്നു അവരുടെ ബലം, അതായിരുന്നു അവരുടെ ശക്തി, അതായിരുന്നു അവരുടെ ആവേശം. അതുകൊണ്ട് ആവേശമുള്ള, ദൈവമുള്ള, ദൈവഭയമുള്ള, ദൈവവചനമുള്ള CSIക്കാരായി തീരണം. ദൈവവചനത്തിൻ്റെ വക്താക്കളായി തീരണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമുള്ളവരായിരിക്കണം. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുമ്പോൾ ആദിയിൽ തുടങ്ങി ആമീനിൽ അവസാനിക്കുന്ന ആ ദൈവവചനത്തിൻ്റെ മുഴുവൻ പ്രസക്തി നമ്മൾക്ക് ഭാഗമായി തീരാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. 3, അതിൻ്റെ കൺക്ലൂഷനാണ്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പൊക്കി എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ തെറ്റെന്താണെന്ന് ഞാനൊന്ന് ഗ്രഹിക്കണം. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ചെയ്യുന്ന തെറ്റെന്താണ്? അതിനുള്ള ഗ്രഹണശക്തി എനിക്കുണ്ടാകണം. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കണം.
മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. ഒരു സ്കാനിങ്ങിനും പുറത്തു കൊണ്ടുവരാൻ വയ്യാത്ത പാപം നമ്മളുടെയൊക്കെ തലച്ചോറിലില്ലേ, നമ്മുടെ ഓർമ്മയിലില്ലേ, നമ്മുടെ ജീവിതത്തിലില്ലേ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ. ഇതായിരുന്നു ദാവീദ് രാജാവിൻ്റെ പ്രത്യേകത. ദാവീദ് രാജാവിൻ്റെ പ്രത്യേകത അതായിരുന്നു. അവന് ദൈവമായിരുന്നു വലുത്, ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു വലുത്. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. എന്തു വന്നാലും ഏതു വന്നാലും എന്നപ്പാവെ സ്തോത്തരിപ്പേൻ. യേശപ്പാ സ്തോത്രം, യേശപ്പാ സ്തോത്രം, യേശപ്പാ സ്തോത്രം, യേശപ്പാ സ്തോത്രം. ദാവീദെ പോലെ നടനമാടി എന്നപ്പാവെ സ്തോത്തരിപ്പേൻ. പരിശുദ്ധ രക്തത്താൽ പാപങ്ങൾ കഴുകിയ അപ്പാവെ സ്തോത്തരിപ്പേൻ. യേശപ്പാ സ്തോത്രം, യേശപ്പാ സ്തോത്രം, യേശപ്പാ സ്തോത്രം, യേശപ്പാ സ്തോത്രം. മീഖലിന് ഇഷ്ടപ്പെട്ടില്ല, ഭാര്യയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ദാവീദിനൊന്നും വിഷയമല്ല. അവൻ ദൈവത്തെ കണ്ട പാടി സ്തുതിക്കും. ദാവീദിൻ്റെ കല്ലറയ്ക്ക് വലിയ സേഫാണ്. ലോകത്തിൽ ഒരിക്കലും തുടരുതെന്നുള്ള ചിന്തയിലാണ്. അതിനത്ര സേഫ്റ്റിയാണ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത്. ദാവീദ് രാജാവിൻ്റെ കല്ലറ തൻ്റെ പാപത്തെ മറയ്ക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന വ്യക്തി ജീവിതങ്ങളായി തീരുമ്പോൾ ഈ കൺവെൻഷൻ്റെ ഈ 8 വിശുദ്ധാലയത്തിലെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് മാറ്റം വരണം. ഏതാണ് നമ്മുടെ പാപം? ഏത് കാര്യത്തിലാണ് നമ്മുടെ പാപം? അമിത ഭക്ഷണം പാപമല്ലേ? മിണ്ടാതിരിക്കുന്ന പാപമല്ലേ? ഒരാൾ ഫോൺ ചെയ്താൽ എടുക്കാതിരിക്കുന്നത് പാപമല്ലേ? ഒരു പാവപ്പെട്ടവൻ വിളിച്ചാൽ അതിന് തിരികെ വിളിക്കാതിരിക്കുന്നത് പാപമല്ലേ? ആളുകളെ നോക്കിയല്ലേ നമ്മൾ സ്വീകരിക്കുന്നത്? എൻ്റെ കർത്താവ് ചെയ്യുന്നതെല്ലാം, കർത്താവിൻ്റെ ഡിക്ഷണറിയിലുള്ളതെല്ലാം പാപമാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കുന്നത് പാപമാണ്. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചത് 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും എന്ന് പറയാം. ആരും പറഞ്ഞു കൊടുക്കരുത്. ഇന്നത്തെ സുവിശേഷം ഏതായിരുന്നു? 12 വയസ്സിന് താഴെ ആരും പറഞ്ഞു കൊടുക്കരുത്, പാപം ചെയ്യരുത്. അതാണ് ഇപ്പോഴത്തെ CSIക്കാരൻ്റെ ഗുണം. ഞങ്ങൾ സുവിശേഷം വായിച്ചോട്ടെ, ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. വേണമെങ്കിൽ പറയാൻ 2 ഭാഗം ഉണ്ടായിരുന്നു. സിനഡ് 2 വിഷയം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു വിഷയമുണ്ട്, കല്ലെറിയാൻ വന്ന വിഷയം. നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പക്ഷെ പാപം ചെയ്യരുത്, ഇനിയും പാപം ചെയ്യരുത്. ഈ പാപം ചെയ്യാതിരുന്നാലേ എന്തോ ഒരു സുഖമാണെന്നറിയാമോ? മനസ്സുകൊണ്ട് പോലും പാപം ചെയ്യരുത്, ബ്രെയിൻ കൊണ്ട് പോലും പാപം ചെയ്യരുത്. ആ പാപം ഇല്ലാതെ ചെയ്യാതിരിക്കാൻ എങ്ങനെ ഒക്കുന്നത്? അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ലോകത്തിൽ ഒന്നും കാണുമ്പോൾ ഇളകരുത്, പ്രകൃതിയിൽ എന്താ കണ്ടാലും ഇളകരുത്.
ദൈവത്തിൻ്റെ വചനം കൊണ്ടിരുന്ന് നടന്നോണം. ദൈവത്തിൻ്റെ വചനം അത് ഭക്ഷിച്ചോണം, അതിൽ ഉറച്ചു നിൽക്കണം. അവിടെയാണ് പാപത്തിൻ്റെ മാറ്റം വരുന്നത്. പാപബോധമുണ്ടാകണം. അതാണ് കൺവെൻഷൻ്റെ ഉദ്ദേശം. കൺവെൻഷൻ്റെ ഉദ്ദേശം അതാണ്, പാപബോധം. പാപബോധം സംഭവിക്കുമ്പോഴാണ്, നമ്മൾ ആ പാപബോധം വരുമ്പോൾ, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ആ വീട്ടിലൊരുത്തനുണ്ട്, മൂത്തൊരുത്തൻ. അവൻ അപ്പൻ്റെ കൂടെ നിൽക്കുന്നവനാ. പക്ഷേ അവന് ബാങ്കറ്റൊന്നും വേണ്ട. അവനൊരു ചെരുപ്പ് കൊടുത്തു. മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ ചെരുപ്പ് അഴിച്ചു കളക. ഇവിടെ അനുദപിച്ചു വന്നവന് ചെരുപ്പ് കൊടുത്ത് മാനിക്കുകയാണ്. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ആ വലിയ ബന്ധം അതാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്നൊരു വിടുതലാകട്ടെ ഈ കൺവെൻഷൻ. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ പൂർണ്ണമായി ദൈവികമായ സാന്നിധ്യം. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈസ്റ്ററിന് ഞാൻ കൊല്ലം കത്തീഡ്രലിലായിരുന്നു രാവിലെ ആരാധന. അന്ന് ഈവനിങ്ങിൽ ഒരു CSIക്കാരൻ്റെ ആഹ്വാനം അനുസരിച്ച് സെൻട്രൽ ജയിലിൽ ഇന്ത്യയിലെ ആക്സ് എന്നൊരു പ്രസ്ഥാനമുണ്ട്. എല്ലാ ക്രൈസ്തവ സംഘടനകൾ, എല്ലാ ക്രൈസ്തവ സഭകളും ചേർന്നുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിന് ഭാഗമായി സെൻട്രൽ ജയിലിൽ കുർബാന അർപ്പിച്ചപ്പോൾ 80% ജനങ്ങളും കരഞ്ഞുകൊണ്ടാണ് കുർബാന കൊണ്ടത്. ആരൊക്കെയാണെന്ന് അറിയത്തില്ല, CSIക്കാർ കുറച്ച് പേരുണ്ട്. അവിടെ കുർബാന എടുത്ത 80% ജനങ്ങളും കരഞ്ഞുകൊണ്ടാണ് എടുത്തത്. കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ശരീരം, അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിക്കണം, നമ്മുടെ ശക്തി പ്രാപിക്കണം. രോഗങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും ഭാരങ്ങളും ഒക്കെ കണ്ടേക്കാം, ഭയങ്കരമായിട്ട് കണ്ടേക്കാം. എന്നാൽ ഈ രോഗങ്ങളുടെ മധ്യേ, ഈ പ്രയാസങ്ങളുടെ മധ്യേ, ഈ പ്രതികൂലങ്ങളുടെ മധ്യേ എന്നെ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് തോന്നണം. നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വ്യത്യസ്തരായിട്ട് തോന്നണം. ഏത് മേഖലകളിലാണെങ്കിലും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ധാരാളം ധാരാളം ധാരാളം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ സാക്ഷ്യത്തിലേക്ക് വരണമെങ്കിൽ ആ പാപത്തിൽ നിന്ന്, പാപോഹം പാപകൺമോഹം പാപാത്മാ പാപസംഭവ, പാപത്തിൽ മനുഷ്യൻ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. എന്നാലൊരു വീണ്ടെടുപ്പ് പാപിക്കുണ്ട്. ആ വീണ്ടെടുപ്പാണ് ഈസ്റ്ററിൻ്റെ തുടർന്നുള്ള ദിനങ്ങൾ. ആ പുനരുത്ഥാന ശക്തിയാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. ആ ശക്തിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നിൽക്കുന്നത്. That is the power of the Holy Spirit. That power is unlimited. That unlimited power of the Holy Spirit will change your situation, will change your attitude, will change your desires. That is what our God will do the things for us. എന്നെ കേൾക്കുന്ന ദൈവജനമേ, 40ാമത് കൺവെൻഷൻ നടക്കുമ്പോൾ 230 വർഷത്തിലധികം പാരമ്പര്യമുള്ള, വേദപുസ്തക പാരമ്പര്യമുള്ള ദൈവജനമേ,
പാപത്തിൽ നിന്ന് തെറ്റുകളെ ഗ്രഹിച്ച് എൻ്റെ തെറ്റുകളെ പോക്കി സ്വമേധാ പാപങ്ങളെ അകറ്റിയടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതെന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും. സ്വമേധാഭാവം എന്നാന്ന് ചോദിച്ചാൽ അപ്പൻ്റെയും അമ്മയുടെയും വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ഒരു കുഞ്ഞിന് 8 പേരാണ്. 8 ജീനുണ്ട്. അപ്പനമ്മ, അവരുടെ അപ്പനമ്മ, അവരുടെ അമ്മയുടെ അപ്പൻ്റെ അമ്മ, ഈ 8 ജീനും കൂടെ കൂടുന്നതാണ് സ്വമേധാഭാവങ്ങൾ. ആ പാപമെല്ലാം ഇങ്ങോട്ട് കയറും. പള്ളി വഴക്കുണ്ടാക്കുന്നവൻ്റെ മകൻ വളർന്നു വരുമ്പം വഴക്കാളിയായിരിക്കും. അന്നേരം പറയാം അവൻ്റെ വല്യപ്പനും വഴക്കാളിയായിരുന്നെന്ന് ചൊല്ലി പറയും. മോഷ്ടിക്കുന്നവൻ അത് തന്നെ ചെയ്യും. പണം മോഷ്ടിക്കുന്നവൻ അത് തന്നെ ചെയ്യും. ഒരു കറപ്റ്റഡ് വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ഒരു അൺകറപ്റ്റഡ് പേഴ്സണാലിറ്റിയായി ജീവിക്കാൻ സാധിക്കും? കള്ളം പറഞ്ഞാൽ മാത്രം രക്ഷയുള്ളപ്പോൾ എങ്ങനെയാണ് കള്ളം പറയാതെ ജീവിക്കുന്നത്? ചിലപ്പോൾ ഞങ്ങൾ സത്യം പറയാതെ ഇരിക്കും കേട്ടോ. കള്ളം പറയല, സത്യം. ഈ ചാനലുകാരൊക്കെ ചില ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കും. നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ പ്രവർത്തനത്തിൽ സ്വമേധാ പാപങ്ങൾ, കുടുംബത്തിൻ്റെ ശാപങ്ങൾ, പാപങ്ങൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ, മാമോദീസായാൽ, സ്നാനത്താൽ, കൺഫർമേഷനാൽ കഴുകിക്കളഞ്ഞ CSI-കാരി നിന്റെ പാപം മോചിച്ചതാ. ഇവിടുത്തെ 5 ലക്ഷം ജനങ്ങൾ പുറത്തുണ്ട്, നമ്മളുടെ സഭയ്ക്ക് പുറത്ത്. ഈ SKDയിലെ എൻ്റെ പൊട്ടക്കണക്കൊന്നുമില്ല ഞാൻ പറയുന്നത്, കറക്റ്റാണ് പറയുന്നത്. അവർ നമ്മുടെ ആളുകളാണ്. എനിക്ക് വിരോധമൊന്നുമില്ല, അവർ സ്വർഗത്തിൽ പോകുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ സഭ, വളർത്തിയെടുത്തത് നമ്മുടെ സഭ, ഈ നിൽക്കുന്ന ഉള്ള 10 ലക്ഷം നമ്മൾക്കൊരുമിച്ച് ഈ കർത്താവിനെ ഒന്ന് ഉയർത്തിയാൽ, ഈ കർത്താവിന് വേണ്ടി നിന്നാൽ, എൻ്റെ വലിയ പ്രാർത്ഥന, എൻ്റെ കർത്താവേ, ഈ ദക്ഷിണേന്ത്യ സഭയെ നീ നശിപ്പിക്കരുതേ. തമ്പുരാൻ പ്രാർത്ഥന കേട്ട് തമ്പുരാൻ്റെ അത്ഭുതം നടന്നു. എൺപത് ശതമാനത്തോളം 70 മുതൽ 80% ആളുകൾ സാധാരണക്കാരാണ്. ഒരു 20 to 30% ആളുകളേ ഉള്ളൂ പരഗതിക്ക് നിർഗതിയുള്ളത്. ഈ സഭയുടെ അനുഗ്രഹത്താലാണ് ഇന്ന് ഇതര സഭകളൊക്കെ ഇന്ന് കേരളത്തിൽ വാഴുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ദൈവസന്നിധിയിൽ ഈ സാക്ഷ്യത്തെ നിലനിർത്തി മുൻപോട്ട് പോകുവാൻ നമ്മൾക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മറക്കരുത്, നമ്മളുടെ കുടുംബ പാപങ്ങൾ, ശാപങ്ങളുണ്ട്, അന്ധകാരക്കെട്ടുകളുണ്ട്, അതെല്ലാം നമുക്കെല്ലാം ഉണ്ട്. അതിനെ മാറ്റണമെങ്കിൽ നെടുമ്പാട് കടന്ന് പ്രാർത്ഥിക്കണം. നെടുമ്പാട് കടന്ന് പ്രാർത്ഥിക്കണം. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ പുതുതായി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്ത കൂവക്കാട്ട് പിതാവിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഭാര്യ വീട്. അപ്പോൾ കൂവക്കാട്ട് പിതാവ് ഞാൻ കൂടെ ഒരുമിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ അടുത്തുള്ളതാണ് പിതാവ്, അതുകൊണ്ട് ഒരു ഫോണും തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഈ പിതാവിൻ്റെ വല്യപ്പൻ്റെ മുട്ടേൽ വലിയ തഴമ്പാണ്. കത്തോലിക്ക പള്ളി ചെന്ന് മുട്ടേ കിടന്ന് പ്രാർത്ഥിക്കും. പണ്ടൊക്കെ നമ്മുടെ പള്ളികളിൽ മുട്ടേ കിടന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പോയ പള്ളി രാവിലെ മുഴുവൻ ബെഞ്ച് കൂതാശ ചെയ്തു. നമ്മളതെല്ലാം മാറി. എനിക്ക് വിരോധമൊന്നുമില്ല, നമുക്ക് താഴെ ഒന്നും ഇരിക്കാൻ വയ്യ. ഇപ്പോൾ പള്ളി മുറ്റത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് അകത്ത് കയറുന്നവരുണ്ടായിരുന്നു. നമ്മുടെ കടമ്മല സെമിനാരിലെ പ്രിൻസിപ്പൽ ഡേവിഡ് ജോയിച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പ്, എൻ്റെ വല്യപ്പൻ, എൻ്റെ അപ്പൂപ്പൻ അരമണിക്കൂർ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയുടെ വെളിയിൽ വന്ന് ചരളെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, എന്നിട്ട് അകത്ത് കയറുന്നു.
ഇന്ന് കുറഞ്ഞ പക്ഷേ സമയത്തെങ്കിലും പള്ളിയിൽ ഒന്ന് വരാൻ നോക്കുമോ? ഞാൻ പറയും, പള്ളി താമസിച്ച് വന്നാൽ ഇൻ്റർവ്യൂവാണ്, ദൈവത്തോടുള്ള ഇൻ്റർവ്യൂവാണ്. രാവിലെ 8 മണിയുടെ ആരാധന ദൈവത്തോടുള്ള ഇൻ്റർവ്യൂവിന് വരുന്ന പോലെ. അതുകൊണ്ട് സ്വമേധ പാപങ്ങളെ, കുടുംബത്തിൻ്റെ ശാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, ജലസ്നാനത്താൽ, കൺഫർമേഷനാൽ, കൈവപ്പിനാൽ, ജ്ഞാനം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം, ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, വിവേചനം, ഭാഷകളുടെ വ്യാഖ്യാനം കൊണ്ട് ഒരു വിശ്വാസി ശക്തി പ്രാപിക്കുമ്പോൾ അവൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. അപ്രകാരം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ! ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവ എൻ്റെ മേൽ വാഴരുത് എന്ന് ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. അവിടെയാണ് ദാവീദ് രാജാവ് പറയുന്നത്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണം. ദൈവത്തിന് പ്രസാദമില്ലാത്തതൊന്നും നീ ചെയ്യരുത്. എൻ്റെ വാക്ക്, എൻ്റെ പ്രവർത്തനം, എൻ്റെ മേഖലകൾ എല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്ത് ജീവിക്കുവാൻ 2025 സംഭവബഹുലമായൊരു വർഷമാണ്. ഈ 2025 എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്? ഈ 2025 ഒരു 1/4 നൂറ്റാണ്ട് മാറുമ്പോൾ ഇനി സംഭവിക്കാനുള്ള പ്രകൃതി മുഴുവൻ ദുരന്തമായി. യശയാപ്രവചനത്തിലുള്ള സകല ഭൂമിയുടെ ശാപം നമ്മുടെ ഭൂമിക്ക് കിട്ടി. ഭൂമിയെല്ലാം ദുരന്തമായി. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾ, ഇതിൻ്റെ മധ്യത്തിൽ കറതീർന്ന വിശ്വാസികളുണ്ട് കേട്ടോ, സാധുക്കൾ. അനേക ദൈവമക്കളുണ്ട് ഇതിൻ്റെ മധ്യത്തിൽ. ഹല്ലേലൂയ! അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് വലിയ പബ്ലിസിറ്റികളൊന്നുമില്ല. ഛത്തീസ്ഗഡിലും മിഷൻ ഫീൽഡുകളിലൊക്കെ എത്രയോ പേരാണ് ആവേശത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത്. അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ അവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവരുടെ ആ വിശ്വാസം കാണുമ്പോൾ നമ്മൾക്ക് പേടി വരും, ഭയം വരും. ആ വിശ്വാസത്തിൽ ഉറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടുകൂടി നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഈ വചനങ്ങളാൽ മുൻപോട്ട് നീങ്ങുമ്പോൾ 18-ാം സങ്കീർത്തനം അവസാനിക്കുമ്പോൾ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, നീ എൻ്റെ പാറയാണ്, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. ഈ ഡേഞ്ചറസ് സിറ്റുവേഷൻ നിൽക്കുവാനുള്ള ഈ ആപൽക്കരമായ ചുവടുകൾ നിൽക്കുന്ന, അഭ്യാസ രീതിയിൽ നരിയാണി ഉറപ്പിച്ച് നിൽക്കുന്ന കുഴിക്കളരിയും അതിനകത്തെ ഇന്ദ്രവസ്ത്രിയും തലയും കൂർച്ചയും പെരുവിരലും ഉൾക്ഷേമവും നട്ടെല്ലും ത്രിശങ്കുപുഷ്പവും നരിയാണിയും ക്രികാടികയും ശ്വാസകോശമൊക്കെ ഉറപ്പിച്ചു നിന്നാൽ ചുവടുകൾ പഠിച്ച ഒരു അഭ്യാസി. അതുപോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും കൊണ്ട വിശ്വാസി. ഒരു ചുവട് പഠിച്ച ഒരു അഭ്യാസിയെ പോലെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വിശ്വാസിയായിരിക്കണം. ഈ 3 ദിവസത്തെ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് വ്യാപരിക്കട്ടെ. തുടർ ദിനങ്ങളിലുള്ള യോഗങ്ങളിൽ, ഈ യോഗങ്ങൾ അവസാനിക്കുമ്പോൾ ഈ ഡിസ്ട്രിക്റ്റിന്, ഈ മഹായിടവയ്ക്ക്, ദക്ഷിണേന്ത്യ സഭയ്ക്ക് ഒരനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വളർച്ചയിൽ അസൂയ പൂളുന്ന ധാരാളം പേര് കണ്ടേക്കാം. എന്നാൽ ദൈവമാണ് ഒരു സോമർവില്ലിനെ കൊണ്ടുവന്നെങ്കിൽ, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായെങ്കിൽ, ദൈവികമായ സാന്നിധ്യത്തിൽ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ ഞങ്ങളിലൊക്കെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ മനുഷ്യരാണ്. നിലവിൻ്റെ മധ്യത്തിൽ നിലനിർത്തുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്.
ധാരാളം സാധുക്കൾ ആളുകളുടെ പ്രാർത്ഥനയാണ്, അവരുടെ പ്രാർത്ഥനയും അവരുടെ കണ്ണുനീരും അവരുടെ സ്നേഹവും അവരുടെ കരുതലുമാണ് നിലനിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഡിസ്ട്രിക്റ്റിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷ മനോഹരമായ ഈ ആലയം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർന്നു നിൽക്കുന്ന ഈ ആലയം മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 40ാമത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വർഗം പ്രസാദിക്കുന്ന ദിനമായി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, പാപശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ശരണം ശരണം യേശുവിൽ ശരണം സർവലോകാധിപനേ, ആശ്രയമും നേതൃപാദം അതുവാണികളേറ്റതല്ലോ. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് അത് പൂർവപിതാക്കളല്ലോ. മോശയും അഹരോനും ഏലിയാവും അഭിഷക്തരല്ലോ. രോഗികൾ ദുഃഖിതർ നിന്നിതർ ഞങ്ങൾ തൃപ്പാദം വണങ്ങുന്നേ. ശാന്തി സമാധാനം സന്തോഷം അതു കരകവിഞ്ഞൊഴുകിടണേ. കരുണയ്ക്കായി കേഴുന്നേ, കൃപാഭിഷേകം പകരണമേ. മാറല്ലേ മറയല്ലേ തമ്പുരാനേ, ആശ്രയം വേറെയില്ലേ. സന്ധ്യപ്രഭാതവും ഉച്ച നമസ്കാരം സ്വീകരിച്ചിടണമേ. ദാവീദിൻ സന്തതി മറിയത്തിൻ പുത്രൻ രാജാതി രാജാവല്ലോ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ പ്രാരംഭ ദിവസത്തിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ രഹസ്യ പരസ്യ സ്വമേധ പാപങ്ങൾക്ക് വിടുതൽ ലഭിച്ച നീ ഞങ്ങളുടെ പാറയാണ്, നീ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, നീ ഞങ്ങളുടെ രക്ഷയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. ഈ കൺവെൻഷന് വേണ്ടി കഷ്ടപ്പെട്ട് കടന്നു വന്നിട്ടുള്ള ഈ നിന്റെ മക്കള് ഏതെങ്കിലും കാരണവശാൽ വരാൻ സാധിക്കാതെ ഭവനങ്ങളിൽ ബെഡ്ഡനായിട്ടുള്ളവര്, ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി രോഗികൾക്ക് കർത്താവിൻ്റെ ശക്തിയാൽ അത്ഭുത രോഗസൗഖ്യം കൊടുക്കട്ടെ. ഭാരമുള്ള വിഷയങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ തമ്പുരാൻ വിജയം കൊടുക്കട്ടെ. അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മതിലുകളെ തകർക്കട്ടെ. പുതുതായി നിങ്ങൾക്കായി നിയമം എഴുതട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ 8 സഭകളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ചെയർമാൻ അച്ഛൻ്റെ മേൽ, ശുശ്രൂഷകരുടെ മേൽ, ഓരോ 8 സഭയിലുള്ള ശുശ്രൂഷകരുടെ മേൽ, ഞങ്ങളുടെ ലൂയിസ് അച്ഛൻ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ പള്ളികളിലും, ഞങ്ങളുടെ ദക്ഷിണ കേരള മഹാടവയിൽ എല്ലാ പള്ളികളിലും, അത് കൊല്ലംകൊട്ടാരക്കര മഹാടവയിലും, ഈസ്റ്റ് കേരള മഹാടവയിലും, മധ്യ കേരള മഹാടവയിലും, മലബാർ മഹാടവയിലും, കൊച്ചിൻ മഹാടവയിലും വ്യാപരിക്കട്ടെ. അത് 26 മഹാടവകളിൽ വ്യാപരിക്കട്ടെ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് കർത്താവേ, ഞങ്ങളുടെ മുൻ മോഡറേറ്റർ റിസാലം തിരുമേനിക്കായി സ്തോത്രം. സൗഖ്യം കൊടുക്കണമേ. ഗ്ലാഷൻ തിരുമേനിക്കായി സ്തോത്രം. ആരോഗ്യവും കൃപയും നൽകണമേ. സാമൂഹ്യപ്രവർത്തനം തിരുമേനിയുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്കായി സ്തോത്രം. യേശുദാസ് തിരുമേനിയുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വില്യം വാചാരൻ തിരുമേനിയുടെ കുടുംബാംഗങ്ങൾക്കായി, വിശേഷിച്ച് മോൾക്കായി, ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ലഗ് തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ, റിങ്കിൾ സോമിയാവ് മുതൽ, ജോൺ സ്മിത്ത് മുതൽ, ബെഞ്ചമിൻ മെയ്രി മുതൽ, ഹെർമൻ ഗുണ്ടറ്റ് മുതൽ, തോമസ് നോർട്ടൺ മുതൽ, ഹെൻറി ബേക്കർ മുതൽ
സെറാംപൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വില്യം കേറി മുതൽ തമ്പുരാനെ ഞങ്ങൾക്ക് വചനം കിട്ടി. ഞങ്ങളെ പിതാക്കന്മാർ ഇത് കൊണ്ട് നടന്നു, അതുപോലെ കൊണ്ട് നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കെല്ലാമായി കെട്ടിടങ്ങളായി, പള്ളിയായി, കാറുകളായി, ഭവനങ്ങളായി നഷ്ടപ്പെട്ട സമാധാനത്തെ, നഷ്ടപ്പെട്ട സന്തോഷത്തെ മടക്കി വരുത്തണമേ. പരിശുദ്ധാത്മാവ് മടക്കി വരുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മടക്കി വരുത്തണമേ. ദക്ഷിണേന്ത്യ സഭയുടെ സീഡുകൾ, അതിൻ്റെ മീറ്റിങ്ങുകൾ അനുഗ്രഹമാക്കണമേ. സമൂഹത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന പണ്ടത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ കൺവെൻഷൻ തീരുന്നവരെയും യാതൊരു അന്ധകാരക്കെട്ടുകളോ പൈശാചിക കെട്ടുകളോ അലട്ടരുത്. പാടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവർ, നേതൃത്വം കൊടുക്കുന്ന ഏർമാനച്ഛൻ, പ്രസംഗിക്കുന്ന മോത്തി വർക്കിയച്ഛൻ, സ്തോത്രവാഴ്ച എടുക്കുന്നവർ, ഭക്ഷണം കൊടുക്കുന്നവർ, പിരിവുകൾ കൊടുക്കുന്നവർ, ഈ കൂടാരത്തിലിരിക്കുന്നവർ, വരുന്നവർ, ഈ ക്യാമ്പസിൽ കയറുമെന്നവർ, മതവിഭാഗ ഭേദമന്യേ കടന്നു വരുന്നവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ, ഭവനങ്ങളിലുള്ളവർ, അന്യ സംസ്ഥാനങ്ങളിലുള്ളവർ, വരുവാൻ സൗകര്യമുണ്ടായിട്ടും വരാത്തവർ, വിവിധ രാജ്യങ്ങളിലുള്ളവർ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ബലഹീനാവുന്ന അടിയനെ താഴ്ത്തുന്നു, കുടുംബത്തെ താഴ്ത്തുന്നു. അടിയനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കായും, വിശേഷ കൊല്ലം കൊട്ടാരക്കര മഹായിടവയ്ക്കായും നന്ദിയോടെ സ്തോത്രം. ഒരത്ഭുത മഹായിടവയായി, ഒരതിശയ മഹായിടവയായി ദൈവം നടത്തുന്നല്ലോ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി ഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമാകുവാൻ എന്നെയും പ്രാർത്ഥന കേട്ട ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകട്ടെ, പരിശുദ്ധിയിൽ ഇറങ്ങിപ്പോകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഇറങ്ങിപ്പോകട്ടെ. ഭവനങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ വിശുദ്ധീകരിക്കട്ടെ. ഞങ്ങൾ പോകുന്ന നിരത്തുകൾ വിശുദ്ധീകരിക്കട്ടെ. ഞങ്ങൾ ഇടപെടുന്ന മേഖലകൾ വിശുദ്ധീകരിക്കട്ടെ. മഹത്വമൊക്കെ തമ്പുരാന് മാത്രം, മഹത്വമൊക്കെ തമ്പുരാന് മാത്രം, മഹത്വമൊക്കെ തമ്പുരാന് മാത്രം. ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലിലും കാവലും നിങ്ങളെ പരിപേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തൻ്റെ തിരുവപ്രസാദം നിങ്ങൾ മേലെ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം, സഹായം, അനുഗ്രഹങ്ങൾ, നന്മകൾ, വാഴ്വുകൾ ഈ കൺവെൻഷൻ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും, ഈ ശബ്ദപരിധിക്കുള്ളിൽ മതവിഭാഗ ഭേദമന്യേ ഏവരുടെ മേലും, ഈ പ്രദേശത്തിൻ്റെ മേലും തുടർന്നും കാലാവസാനത്തോളം എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.